Hi friends, welcome to our channel FM Castle. നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി അത് ഫോട്ടോസോ വീഡിയോസോ മറ്റെന്തുമായിക്കൊള്ളട്ടെ അത് മറ്റുള്ളവർ അവരുടെ പേരിൽ യൂസ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾക്ക് വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാകുന്നുവല്ലോ. അഥവാ ഇനി അത് മറ്റുള്ളവർ യൂസ് ചെയ്താലും അതിൻ്റെ പേര് ഓണർഷിപ്പ് നമ്മുടെ പേരിൽ അറിയപ്പെടുവാനാണല്ലോ നമ്മൾ ഈ കോപ്പിറൈറ്റ് ആഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഒരു DSLR ക്യാമറയിൽ എങ്ങനെ നമ്മുടെ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്ന ഒരു സെറ്റിങ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്നതിനായിട്ട് ആദ്യമേ നമ്മൾ മെനു ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് താഴോട്ട് വരുമ്പോൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്കവിടെ കാണാവുന്നതാണ്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ താഴെ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിലാണ് നമ്മൾ നമ്മുടെ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 3 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അറ്റാച്ച് കോപ്പിറൈറ്റ് ഇൻഫർമേഷനും അതുപോലെ ആർട്ടിസ്റ്റ് താഴെ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആദ്യം നമുക്ക് ആർട്ടിസ്റ്റിൻ്റെ അവിടെ നമുക്ക് നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിവിടെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഞാനിത് നിക്കോണിൻ്റെ ക്യാമറയിലാണ് ഈ സെറ്റിങ്സ് ചെയ്യുന്നത്. നിക്കോണിൻ്റെ ക്യാമറയിൽ ആർട്ടിസ്റ്റ് എന്നും കനോണിൻ്റെ ക്യാമറയിൽ ഓതർ എന്നും അതുപോലെ സോണിയുടെ ക്യാമറയിൽ ഫോട്ടോഗ്രാഫർ എന്നും ഇങ്ങനെയുള്ള പേരുകളിലാണ് കാണപ്പെടുന്നത്. ആദ്യം ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ്റെ അവിടെ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേര് അല്ലെങ്കിൽ നമ്മുടെ പേര് നമ്മൾ എന്ത് പേരാണ് കോപ്പിറൈറ്റ് ഇൻഫർമേഷന് കൊടുക്കുന്നത് ആ പേര് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നമ്മുടെ ചാനലിൻ്റെ പേരായ FM കാസിൽ എന്ന പേര് എൻ്റർ ചെയ്ത് കൊടുത്തു. നിങ്ങൾക്കിവിടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കർസർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഈ ഒരു ഡയൽ ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നിങ്ങൾക്ക് കർസർ മൂവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴെ കോപ്പിറൈറ്റിൽ നിങ്ങളുടെ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കോപ്പിറൈറ്റ് 2021 എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പിറൈറ്റ് 2021 ഓൾ റൈറ്റ് റിസർവ്ഡ് എന്ന് പറഞ്ഞും ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം മുകളിലായിട്ട് കാണുന്ന അറ്റാച്ച് കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ആ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അത് ടിക്ക് ചെയ്ത് കൊടുക്കുവാനായിട്ട് വലതുവശത്ത് കാണുന്ന റൗണ്ട് ഷേപ്പിലുള്ള ബട്ടണിൽ റൈറ്റ് സൈഡിലോട്ട് കാണുന്ന ആരോ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിത് ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ആ ടിക്ക് മാർക്ക് ഒഴിവാക്കാനായിട്ട് ഡീസെലക്ട് ചെയ്യാനായിട്ട് വീണ്ടും ആ ബട്ടണിൽ തന്നെ പ്രസ് ചെയ്താൽ അത് ഡീസെലക്ട് ആകുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്കിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ ഓൺ എന്ന് പറഞ്ഞ്. ഇത് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോട്ടോ എടുത്താൽ മാത്രമേ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ ഫോട്ടോസിൽ ആഡ് ആവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ ഒരു DSLR ക്യാമറയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.